ഒരു മഹല്ല് എന്നതിനെക്കുറിച്ച്, മഹല്ല് ഒരു എന്താണെന്ന് ചോദിച്ചാൽ അതൊരു കെട്ടിടമല്ല, അതൊരു സോഷ്യൽ എഞ്ചിനീയറിങ്, ഒരു സാമൂഹ്യ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. അതിന് ധാരാളം വഴികളുണ്ട്. ആ വഴികളൊക്കെ വളരെ എളുപ്പം നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. ഇപ്പോഴുള്ള മഹല്ല് കമ്മിറ്റിക്ക് തന്നെ അത് നടപ്പിലാക്കാൻ കഴിയും, പഠിക്കാൻ അവർ സന്നദ്ധമാണെങ്കിൽ. അവിടുത്തെ കമ്മിറ്റിയും അവിടുത്തെ സിസ്റ്റവും അവിടെ ഉള്ള സംവിധാനം തന്നെ അതന്നെ അതിനൊന്നും മാറ്റമൊന്നും വരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്തരം നാട്ടിൽ നടക്കുന്ന ദുരാചാരങ്ങൾക്ക് പരിഹാരം കാണാൻ, ക്രമേണ പരിഹാരം അതിൻ്റെ യഥാർത്ഥ റേഷ്യോ, യഥാർത്ഥ അളവിൽ പരിഹാരം കാണാൻ, ശാക്തീകരണം നടത്താൻ, വിദ്യാഭ്യാസത്തിൽ ശാക്തീകരിക്കാൻ, സാമ്പത്തികത്തിൽ ശാക്തീകരിക്കാൻ, എല്ലാം ആത്മീയതയുടെ പിൻബലത്തിൽ, ആത്മീയതയുടെ പേരിൽ, ആത്മീയതയിലൂടെ ഈ നേട്ടങ്ങൾ ആത്മീയതയിലൂടെ നേടണം. കാരണം സ്പിരിച്വാലിറ്റി എന്നത് ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ്, അടിസ്ഥാന ആവശ്യം. ഇത് സാമ്പത്തികം കിട്ടുമ്പോൾ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും. അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ലിബറൽ ചിന്താഗതിയിലേക്ക് പോകുന്ന പൊതുസമൂഹത്തെ കൊണ്ട് കാണുന്നത്. തീർച്ചയായും അതിനൊന്നും മാറ്റാൻ കഴിയുന്നു. തീർച്ചയായും പറഞ്ഞാൽ പലപ്പോഴും ഈ ലിബറൽ ചിന്താഗതിക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നത് അവർക്ക് കിട്ടേണ്ട പലതും കിട്ടാത്തതിൻ്റെ പേരിൽ അവർക്ക് സമൂഹത്തോടൊരു പ്രതിഷേധം രൂപപ്പെടുക. ഈ പ്രതിഷേധത്തിൽ നിന്നാണ് സത്യത്തിൽ അവരിങ്ങനെ ആയി മാറുന്നത്. പലപ്പോഴും ഇസ്ലാമിൻ്റെ പേരിൽ പോലും അനുഭവിക്കുന്ന, ഇസ്ലാമിൻ്റെ സോ കോൾഡ് എന്ന് പറയാം, യഥാർത്ഥ ഇസ്ലാമിൻ്റെ പേരിലല്ല, അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് പലപ്പോഴും ഇസ്ലാം വിമർശകരായി മാറുകയാണ്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ലിബറൽ ചിന്താഗതിയോട് പലരും ഒരു ഏറ്റുമുട്ടുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് ഏറ്റുമുട്ടേണ്ടതില്ല, അവരൊന്ന് വെന്റിലേറ്റ് ചെയ്താൽ മതി. വലിയ അറിയപ്പെട്ട ചാനലിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് വലിയ കാര്യമായിട്ട് അനുഭവം പറയുന്ന ആൾക്കാർ അടിസ്ഥാനപരമായി അവരെന്തുകൊണ്ട് ലിബറലായി എന്ന് ചോദിച്ചാൽ ഇത്തരം പ്രതിഷേധമാണ്, പ്രതികാര മനോഭാവമാണ്. തീർച്ചയായിട്ടും എവിടുന്നോ ഇസ്ലാമിൻ്റെ പേരിൽ ആരുടെയോ പക്ഷത്ത് നിന്ന്, ഒരു അറിവില്ലാത്ത രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ അധ്യാപകരിൽ തന്നെ എല്ലാവരും വലിയവരും അല്ലല്ലോ, പ്രത്യേകിച്ച് മദ്രസ സംവിധാനങ്ങളിലും പണ്ട് കാലങ്ങളിലൊക്കെ എത്രയും സ്റ്റാഫുകളില്ലാത്ത സമയത്ത് പലരും അതിലെപ്പോഴും ഒക്കെ കുറച്ചു കാലം പള്ളി ദിവസം പോയവരൊക്കെ സ്റ്റാഫായി മാറുന്ന അത്തരം സമയത്തൊക്കെ അതിൻ്റെ അപാകത ഉണ്ടാകും. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. പക്ഷെ ആ അപാകത കൊണ്ട് ഇവർക്ക് പ്രതികാര മനോഭാവം ഉണ്ടായി. അപ്പൊ ഇവരെ നമ്മൾ ശത്രുവായിട്ട് കാണണ്ട. പുതിയ കാലത്തെ ലിബറൽ ചിന്താഗതിക്കാർ, പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന നമ്മുടെ കൂട്ടുകാർ, ഈ കൊച്ചുമക്കൾ, ഈ കൊച്ചനുജന്മാർ, അവർക്ക് കിട്ടേണ്ടത് കിട്ടാത്തത് കൊണ്ടാണ് ഈ വിമർശകരാകുന്നതും പ്രതികാരമുള്ളവരാകുന്നത്. അവർക്ക് ഇസ്ലാമിനോട് പ്രതികാരമൊന്നുമില്ല, അവരുടേതും കൂടിയാണ് ഇസ്ലാം. പലപ്പോഴും അവരറിയുന്നില്ല. ചില യുവാക്കളോടൊക്കെ അടുത്ത് വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും. നമ്മുടെ ഇസ്ലാമിക സമൂഹം ഇത്ര